മധുരമായ ശൈലിയിലൂടെയുള്ള പാരായണം ആണ് വിശുദ്ധ ഖുർആനിന്റെ സൗന്ദര്യത്തിന്റെ ആദ്യപടി അവിടെയാണ്. 2 ഘടകങ്ങളാണ് പ്രധാനമായും ഉള്ളത്. 2 ഘടകങ്ങൾ. ഒന്ന് അത്തിലാവ മഅ മുറാഅത്തി തജ്വീദ്. തജ്വീദ് എന്ന ശാസ്ത്രം അഥവാ ഖുർആൻ പാരായണത്തിന് അതിൻ്റെതായ ചില നിയമ ഭാഗങ്ങളുണ്ട്, ശാസ്ത്ര ഭാഗങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ടുള്ള പാരായണമാകുമ്പോൾ അത് സൗന്ദര്യമുള്ളതാകും. 2 ഫഹ്മുൽ മാന, ഇതുവരെ നാം പറഞ്ഞ അർത്ഥം മനസ്സിലാകുമ്പോഴുള്ള സൗന്ദര്യം. ഇത് രണ്ടും ഇല്ലാത്ത ആൾക്ക് ഖുർആൻ ആസ്വദിക്കാൻ കഴിയില്ല. അർത്ഥമറിയാത്ത ഒരാള് യാതൊരു ഈണവും ശബ്ദമാധുര്യവും നിയമം പാലിക്കുകയും ചെയ്യാത്ത ഒരു ഓത്തോതുന്ന ആളുടെ പാരായണം ഇങ്ങനെ കേൾക്കുക, ഒരു കുലുക്കം ഉണ്ടാവില്ല, ഒന്നും അറിയില്ല. നമുക്ക് അയാളുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാനും സുഖം ഉണ്ടാവില്ല. എന്നാൽ ഭംഗിയായി ഇമാമ് പാരായണം ചെയ്യുന്നു, പിന്നിൽ മഅ്മൂമായി നിൽക്കുമ്പോൾ ആ പാരായണം ചെയ്ത ഭാഗത്തിലെ അർത്ഥം എനിക്ക് അറിയാം, ഞാൻ നേരത്തെ പഠിച്ചതാണ്. എത്ര നിസ്കരിച്ചാലും നമ്മൾ അവിടെ നിൽക്കും, ഒരു പരാതിയും പറയില്ല. നിങ്ങൾ പോവാറില്ലേ ഇവിടുന്ന് ദൂരെ പള്ളിയിലേക്ക്, 2.5 മണിക്കൂർ നിസ്കരിക്കുന്ന പള്ളിയിലേക്ക് പോവാറില്ലേ തറാവീഹിന്? എന്തേ പോകാൻ കാരണം? ഗംഭീര ഖിറാഅത്തല്ലേ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോ ആശയം മനസ്സിലാകുന്നതോടൊപ്പം നിയമാനുസൃതമായ പാരായണം. വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത് 1 സൂറത്ത് മുസമ്മിലിലെ വചനമാണ്. വറത്തിലിൽ ഖുർആന തർതീലാ. നിങ്ങൾ എൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും പ്രഭാഷണ ക്ലിപ്പിങ്ങളിൽ കേട്ടതായിരിക്കാം. ആവർത്തന വിരസത തോന്നേണ്ടതില്ല, വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ ആവർത്തന വിരസത ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഖുർആൻ പറഞ്ഞ ഒരു നിബന്ധന അതാണ്, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ വെറുതെ ഇട്ട് ഓതി തീർക്കേണ്ട ഒന്നല്ല, അത് സാവകാശക്രമത്തിൽ പാരായണം ചെയ്യണം എന്ന് പ്രവാചകൻ പറഞ്ഞു. സയ്യിനുൽ ഖുർആന ബിഅസ്വാതികും, നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് നിങ്ങൾ ഖുർആനിനെ നന്നാക്കണം. ഒരാൾക്ക് എത്ര ശബ്ദമുണ്ടാകും എന്നാണ് ഈ വചനം പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരാറുള്ള ആദ്യ ചോദ്യം. ഒരാൾക്ക് എത്ര ശബ്ദം ഉണ്ടാവും? ഒരുപാട് ശബ്ദം ഉണ്ടാവൂലേ? ഞാൻ സംസാരിക്കുമ്പോഴുള്ള ശബ്ദമല്ല പ്രസംഗിക്കുമ്പോഴുള്ള ശബ്ദം, ഞാൻ ചിരിക്കുമ്പോഴുള്ള ശബ്ദമല്ല ഞാൻ കരയുമ്പോഴുള്ള ശബ്ദം, ഞാൻ എൻ്റെ സഹധർമ്മിണിയോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദമല്ല ഞാൻ എൻ്റെ സഹാധ്യാപികയോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദം, ഞാൻ എൻ്റെ കുഞ്ഞിനോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദമല്ല ഞാൻ എൻ്റെ വല്യുപ്പയോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദം, ഞാൻ സന്തോഷത്തോടു കൂടെ പറയുമ്പോഴുള്ള ശബ്ദമല്ല ഞാൻ കരഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദം, ഞാൻ പറയുമ്പോഴുള്ള ശബ്ദമല്ല ഞാൻ പാടുമ്പോഴുള്ള ശബ്ദം വ്യത്യസ്തമാണ്. ഏറ്റവും നല്ല ശബ്ദം ഉപയോഗിച്ച് നിങ്ങൾ ഖുർആനിനെ ഓതണം. ഏതുപോലെ ഞാനൊരു ഉദാഹരണം, നിങ്ങൾക്കൊരു സമാധാനത്തിന് ഞാൻ ഒരു പാട്ടിന്റെ ഭാഗം പറയാം. ഇപ്പൊ പാട്ടിങ്ങനെ പാട്ട് എഴുതി കൊടുത്തു. മാണി ഒരു എന്താ പറയാ, ഒരു മണിമാളിക, വലിയ വീടുകൾ അല്ലേ, അതിനുള്ളിൽ താമസിക്കുന്ന ആളുകളോട് അതുമായി ബന്ധപ്പെട്ട ചിന്തയുണർത്തുന്ന പാട്ട്, അല്ലെങ്കിൽ പരലോകവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പാട്ട്, ഏതെങ്കിലും ഒരു ഗാനം അധ്യാപകൻ, ശാസ്ത്രീയ സംഗീതത്തിന്റെ അധ്യാപകൻ, സംഗീതാധ്യാപകൻ തൻ്റെ പഠിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള ശബ്ദം ഒന്ന്, എന്നിട്ട് കുട്ടികൾ ചോദിച്ചു അതൊന്ന് പാടിത്തരാമോ എന്ന്. അപ്പൊ ഇയാൾ പാടിക്കൊടുത്തത് എന്താ? കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതെ ആരുമില്ല കോനെ പാടിക്കൊടുത്തു. 1-2 ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ അവിടെ ഉണ്ടാവില്ല. നേരെ മറിച്ച് അധ്യാപകൻ അത് ഭംഗിയായി കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനെ, എൻ്റെ കരളിന്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനെ എന്ന് പാടിക്കൊടുത്താൽ ഹൃദ്യമാകും, സ്വീകരിക്കും, മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഇൽമു തജ്വീദ് അതിപ്രധാനമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ സൗന്ദര്യം വ്യക്തമാകുന്ന ഒന്നാമത്തെ ഘടകമായി പറഞ്ഞത് ഏറ്റവും നല്ല ശബ്ദത്തിലായിരിക്കണം. അതോടൊപ്പം പ്രവാചകൻ പറഞ്ഞു അഅ്രിബുൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ അറബിയിൽ ഓതണം എന്ന്. നമ്മളൊക്കെ ഏത് ഭാഷയിലാണ് ഖുർആൻ ഓതല്? അള്ളാന്റെ റസൂല് ഖുർആനിന്റെ അനുയായികളോട് പറഞ്ഞു നിങ്ങൾ ഖുർആൻ അറബിയിൽ ഓതണം എന്ന്. നമ്മൾ ഇതുവരെ അറബിയിലല്ലേ ഓതിയത്? അല്ല. എവിടേക്കാ തെറ്റിയത്? എത്രയോ അക്ഷരങ്ങളാ തെറ്റിയത്? ഇനി ഞാൻ ഓതുന്നില്ല എന്നാലെന്ന് പറയാനല്ല സഹോദരങ്ങളെ ഞാൻ ഇത് ഉണർത്തുന്നത്.
വിശുദ്ധ ഖുർആൻ അത് കൃത്യമായും അക്ഷരസ്ഫുടതയോടുകൂടെ ഖവ്വിം ലിസാനഹു, പ്രവാചകൻ അതാ പറഞ്ഞത്, നീ അദ്ദേഹത്തിന്റെ നാവ്, ഭാഷ ആദ്യം ശരിയാക്കണം. നിയമം പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുമ്പോഴുള്ള ഒരുപാട് വശങ്ങൾ, ഞാൻ എൻ്റെ ഒരു മാസ് ഓഡിയൻസ് ആയതുകൊണ്ട് പ്രയാസമുണ്ട്. എന്നിരുന്നാലും ഖുർആൻ പഠനത്തിന്റെ, തജ്വീദ് പഠനത്തിന്റെ പ്രാരംഭഘട്ടം എല്ലാ അക്ഷരങ്ങളെയും കൃത്യമായ ഉച്ചാരണ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുക എന്നതാണ്. നമുക്ക് പലപ്പോഴുമുള്ള ഒരു പ്രശ്നം ദാദ് അഥവാ സ്വാദിന് പുള്ളി വന്നാലുള്ള അക്ഷരം, അല്ലെ, ദാദ്. മറ്റൊന്ന് ത്വാ എന്ന അക്ഷരം പുള്ളി കൂടെ കൊടുക്കുമ്പോഴുള്ള വാ. മറ്റൊന്ന് ഇസ്മുൽ ജലാല, അത്യുന്നത നാമം അല്ലാഹു. ഇത് മൂന്നും നിങ്ങളൊന്ന് ഉച്ചരിച്ചാട്ടെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവിടേക്ക് വരുന്ന ശബ്ദം ഒറ്റ ശബ്ദമായിരിക്കും. അല്ലാഹു, ലാലിമ്, വലല്ലാലീൻ ഒക്കെ ഒന്ന് തന്നെ, മൂന്നും. അക്ഷരം മഖ്റജോടുകൂടെ ആയിരിക്കുക എന്നത് അതിപ്രധാനം. പിന്നെ അതില് 20, ഈ എല്ലാ അക്ഷരങ്ങൾക്കും 20 ഹാലുകൾ അഥവാ 20 അവസ്ഥകളുണ്ട് എന്ന്. ഈ 20 ഹാല് പഠിക്കുമ്പോൾ തന്നെ ഏറെക്കുറെ ഒരു 25-30% തജ്വീദ് നിയമങ്ങൾ പഠിക്കുന്നു. എനിക്ക് ഏറെ സന്തോഷമുണ്ടായ കാര്യം, ഇവിടെ അല്പ ദിവസങ്ങളിൽ, ഒരു മാസത്തോളമുള്ള ദിവസങ്ങളിൽ ഇവിടെ സന്ദർശിക്കാൻ വന്നപ്പോൾ എൻ്റെ സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ ഖുർആൻ തജ്വീദ് ഹാലുകൾ പഠിക്കാൻ വേണ്ടി എൻ്റെ മുന്നിൽ ഹാളിൽ നിറഞ്ഞൊഴുകിയിരിക്കുകയായിരുന്നു. വളരെ സന്തോഷം തോന്നി. സന്തോഷത്തോടുകൂടെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയും. അവർ 20 ഹാലുകൾ പലരും പഠിച്ചു. അതിലൂടെ ഒരുപാട് നിയമങ്ങൾ പാലിക്കാൻ അവർക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാ. വിശുദ്ധ ഖുർആനിന്റെ സൗന്ദര്യം എന്താണെന്ന് ഞാനിപ്പോ വളരെ ചുരുക്കമെന്ന് പറയാം. 20 ഹാലുകൾ, ഞാൻ ഒരു അക്ഷരം വെച്ചിട്ട് 20 ഹാലുകൾ പറയാം. ഇപ്പൊ ബ എന്ന അക്ഷരത്തിൽ 20 ഹാലുകൾ ശ്രദ്ധിക്കാം. ബ ഫത്ഹ ബ, ബ കസ്റ ബി, ബ ضم ബു, ബ ബി ബു, ബ ഫത്ഹ അലിഫ് മത്ബി ഹറകതൈൻ, ബ കസ്റ യാ മത്ബി ഹറകതൈൻ, ബി ബ ضم വാവ് മത്ബി ഹറകതൈൻ, ബു ബ ബി ബു, بابيبو، باء تنوين بالفتح بن، باء تنوين بالكسر بن، باء تنوين بالضم بن، بن بن بن، باء ساكنة مقلقلة أب. 10 ഹാലുകൾ അപ്പൊ പറഞ്ഞത്. എത്തപ്പോ നമ്മളെ ഹാല് അല്ലേ? എന്തപ്പോ നമ്മളെ ഹാല്? ഉബർ എന്താണാവോ പറഞ്ഞത്. ഈ 10 ഹാലുകളിൽ നിങ്ങൾ പ്രധാനപ്പെട്ട നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞു ചിലതൊക്കെ. പിന്നെയോ ബാ ശദ്ദോ ഫത്ഹ അബ്ബ, ബാ ശദ്ദോ കസ്റ അബ്ബി, ബാ ശദ്ദോ ദമ്മ അബ്ബു, അബ്ബ അബ്ബി അബ്ബു. നമ്മൾ ആലോചിക്കുക, എന്താ ബാന് ശദ്ദോ ഫത്ഹ എന്ന് പറഞ്ഞിട്ട് അബ്ബ എന്ന് പറയുന്നത്? ഇൻഷാ അല്ലാഹ് മാസ് ക്ലാസ്സിൽ നടക്കൂല, പിന്നീട് പഠിക്കണം. ബാ ശദ്ദോ ഫത്ഹ അലിഫ് മത്ബി ഹറകതൈൻ അബ്ബ, ബാ ശദ്ദോ കസ്റ യാ മത്ബി ഹറകതൈൻ അബ്ബി, ബാ ശദ്ദോ ദമ്മ വാവ് മത്ബി ഹറകതൈൻ അബ്ബു, അബ്ബ അബ്ബി അബ്ബു, ബാ ശദ്ദോ തൻവീൻ ബിൽ ഫത്ഹ അബ്ബൻ, ബാ ശദ്ദോ തൻവീൻ ബിൽ കസ്റ അബ്ബിൻ, ബാ ശദ്ദോ തൻവീൻ ബിൽ ദമ്മ അബ്ബുൻ, അബ്ബൻ അബ്ബിൻ അബ്ബുൻ, ബാ ഹർഫ് മുശദ്ദദ് മൗഖൂഫ് അലൈഹി മഅൽ ഖൽഖല അബ്. ഇത് പഠിച്ച ആള് സൂറത്തുൽ മസദ് പാരായണം ചെയ്യുമ്പോൾ കൃത്യമായി പാലിക്കും. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അങ്ങനെ ചൊല്ലാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് 20ാമത്തെ ഹാല. വതബ് എന്ന് പറയാൻ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തെറ്റായി പാരായണം ചെയ്തത് 10ാമത്തെ ഹാല് പഠിക്കാഞ്ഞിട്ടാ. 10ാമത്തെ ഹാല് പഠിച്ചിട്ടുള്ള ഒരു പഠിതാവ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് ദാൽ എന്ന അക്ഷരത്തെ ഇൽഹാർ ചെയ്ത് അഥവാ ക്ലിയർ ആക്കി ഉച്ചരിക്കും. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് എന്ന് പറയില്ല. ഉൽഫു അല്ലാഹും ഓതില്ല. എന്തേ കാരണം? ഹാലുകൾ മുഴുവനും പഠിച്ചു. അപ്പൊ കൃത്യമായി പാരായണം ചെയ്യും. വിശുദ്ധ